മാനസികാവേശവും പ്രദാനം ചെയ്യണമേ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് സന്തോഷത്തോടെ മടങ്ങി. അങ്ങനെ വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ റസൂലുള്ളാഹിയുടെ പ്രാർത്ഥനയുടെ സൂചിപ്പിച്ച വിഷയം മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിന്റെ ജീവിതത്തിൽ അദ്ദേഹം അതിയായി ആഗ്രഹിച്ച ഒരു വിഷയം ഇസ്ലാം സ്വീകരിക്കുക എന്നതാണ്. ആ സ്വഹാബി വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ നബിയെ ചീത്ത പറഞ്ഞിട്ടാണ് അദ്ദേഹം എപ്പോഴും അത് വലിയ പ്രയാസം കേട്ട് ജീവിച്ചിരിക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥന മാതാവിന് ലഭിക്കുകയും മാതാവ് ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്തു. മാതാവ് കുളിക്കുകയായിരുന്നു. അബൂ ഹുറൈറ നീ അവിടെ നിൽക്ക്, ഞാൻ ഇപ്പോൾ കുളിച്ചു വരാമെന്ന് പറയുകയും കുളി കഴിഞ്ഞ് പുറത്തേക്ക് വന്ന് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ് ദീൻ സ്വീകരിക്കുകയാണ്. സന്തോഷാധിക്യത്താൽ വീട്ടിൽ നിന്ന് അള്ളാഹുവിന്റെ റസൂലിന്റെ സവിധത്തിലേക്ക് ചെന്നിട്ട് നബിയേ നിങ്ങൾ സന്തോഷിക്കുക, എന്റെ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട് എന്ന് പറയുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പിന്നെ അദ്ദേഹം പറഞ്ഞത് ഞാനും എന്റെ ഉമ്മയും ലോക മുസ്ലിങ്ങൾക്ക് പ്രിയപ്പെട്ടവരായി തീരാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം. റസൂൽ അങ്ങനെയും പ്രാർത്ഥിച്ചു എന്നതാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ വലിയ ആഗ്രഹം ഇസ്ലാം സ്വീകരിക്കണമെന്നതാണ്. ആ ഇസ്ലാം സ്വീകരിക്കാൻ കഴിഞ്ഞു എന്നത് ജീവിതത്തിന്റെ വലിയ ഭാഗ്യമായി അദ്ദേഹം കാണുന്നു എന്നതാണ്. മഹാന്മാരായ മുൻഗാമികളായ ആളുകൾ ഉമർ ബിൻ ഖത്താബിന് തന്റെ മകനെ കൊണ്ട് അഭിമാനിക്കാൻ കഴിഞ്ഞിരുന്നു. എന്റെ മകൻ എല്ലാ സുന്നത്തും എടുക്കുന്ന ആളാണ്. അബ്ദുല്ലാഹ് ഇബ്നു ഉമർ. ഓരോരുത്തരുടെയും ജീവിതത്തിൽ അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിൽ അദ്ദേഹം മരിക്കാൻ വേണ്ടി കിടക്കുമ്പോൾ അദ്ദേഹത്തിന്റെ അരികിൽ പലരും സമാധാനത്തിന്റെ വാക്കുകൾ പറഞ്ഞ് അദ്ദേഹത്തെ ആശ്വസിപ്പിക്കുന്നുണ്ട്. എന്നാൽ എല്ലാ കൂട്ടുകാർ വന്ന് നല്ല ആശ്വാസം നൽകുമ്പോഴും അബ്ദുള്ള മരണമെന്ന് സത്യമാണ് എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തെ ആശ്വസിപ്പിക്കുന്നുണ്ട്. പക്ഷെ അദ്ദേഹം പൊട്ടിക്കരയുകയാണ്. അദ്ദേഹത്തിന്റെ അരികിലേക്ക് മോൻ വന്നിട്ട് എന്തിനാ ഉപ്പ നിങ്ങൾ കരയുന്നത്? അള്ളാഹുവിന്റെ റസൂൽ സ്വർഗമുണ്ട് എന്ന് നിങ്ങൾക്ക് സന്തോഷ വാർത്ത അറിയിച്ചിട്ടില്ലേ? നിങ്ങൾ കരയുകയാണോ എന്ന് ചോദിക്കുമ്പോൾ അതുവരെ ചുമരിലേക്ക് മുഖം തിരിച്ചിരുന്നിരുന്ന ആ മഹാനായ സഹാബി ആളുകളിലേക്ക് മുഖം തിരിച്ചുകൊണ്ട് സുസ്മേരവദനായി സന്തോഷത്തോടുകൂടി മരിക്കുക. അദ്ദേഹം പറഞ്ഞത് എനിക്ക് ഇങ്ങനൊരു മകനുണ്ടല്ലോ, ഞാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ചെയ്യാനും എനിക്ക് ശേഷം നന്മയിൽ ജീവിക്കുന്ന ഒരു മകനെ അദ്ദേഹം അഭിമാനത്തോടു കൂടി ചിരിച്ചുകൊണ്ട് മരിക്കുന്ന അവസ്ഥ. അതുകൊണ്ട് നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മുടെ ജീവിതത്തിൽ മാതാപിതാക്കളെക്കാൾ വലുതായി ഒന്നുമില്ല. എത്ര വലിയ ആളാണ് മഹാനായ ഉമർ ബിൻ ഖത്താബ്. എന്നാൽ അദ്ദേഹത്തിന്റെ മകൻ അബ്ദുല്ലാഹ് ഇബ്നു ഉമറിന് ഒരു ഭാര്യ ഉണ്ടായിരുന്നു, അദീനതയിൽ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. ആ സ്ത്രീയെ അദ്ദേഹത്തിന് വലിയ ഇഷ്ടമായിരുന്നു. ഞാൻ അവളെ അതിയായി ഇഷ്ടപ്പെട്ടിരുന്നു, എന്റെ ഭാര്യയെ. എന്നാൽ ഉമറിന് അത് ഇഷ്ടമായിരുന്നില്ല, അവൾ അത്ര ഇഷ്ടപ്പെട്ടിരുന്നില്ല. എന്തെങ്കിലും ചില ന്യൂനതകൾ അവയിൽ കണ്ടിട്ടുണ്ടായിരിക്കും, ദീനിന് യോജിക്കാത്ത രീതിയിൽ. അദ്ദേഹം മകനോട് പറഞ്ഞു, നീ അവളെ ഉപേക്ഷിക്കുക, നീ അവളെ മൊഴി ചെല്ലുക, ത്വലാഖ് ചെല്ലുക എന്ന് പറഞ്ഞപ്പോൾ ഫബൈതു, അദ്ദേഹം കരഞ്ഞു. അത് നിരസിക്കുകയാണ്. അങ്ങനെ നിരസിച്ചുകൊണ്ട് വിവാഹം ചെയ്യാൻ സാധിക്കാത്തൊരവസ്ഥയിൽ, വിവാഹമോചനം ചെയ്യാൻ സാധിക്കാത്തൊരവസ്ഥയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വന്നുകൊണ്ട് കാര്യം പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞു, ത്വല്ലിഖ്ഹാ, നിന്റെ ഉപ്പ പറഞ്ഞ് നീ അനുസരിക്കുക, അവിടെ മൊഴി ചൊല്ലുക. ഉപ്പ പറഞ്ഞ പിന്നെ അതിന്റെ അപ്പുറമില്ല. കാരണം ദീനിൽ ഉപ്പയുടെയും ഉമ്മയുടെയും വാക്കുകൾ കഴിച്ചിട്ടേ ബാക്കി കാര്യം. എന്നാൽ എന്തെങ്കിലും ഒരു ചെറിയ കാര്യത്തിന് വേണ്ടിയല്ല, അവർ കണ്ട ഏതെങ്കിലും ഒരു നന്മയുണ്ടാവും, ആ നന്മയിലായി ജീവിക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് മാതാപിതാക്കളുടെ വാക്കുകൾക്ക് അത്രമാത്രം പ്രാധാന്യമുണ്ട് എന്ന് സൂചിപ്പിക്കാനാണ് ആ സംഭവം പറഞ്ഞത്. നോക്കൂ നിങ്ങൾ, മറ്റൊരു സംഭവം. വിശ്വാസികളായ ആളുകൾ പലപ്പോഴും ഉപ്പയുടെയും ഉമ്മയുടെയും തണൽ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ചെയ്യാൻ പറ്റാവുന്ന ഒരുപാട് നന്മകളുണ്ട്. പ്രത്യേകിച്ച് അവർക്ക് വേണ്ടി ദാനധർമ്മങ്ങൾ നിർവഹിക്കുക, സ്വതക്കകൾ നൽകുക, അതോടൊപ്പം നോമ്പ് നോക്കുക, സകാത്ത് ചെയ്യുക, ഹജ്ജ് നിർവഹിക്കുക. ഇതൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വന്നുകൊണ്ട് സഹാബി വര്യന്മാർ പറയാണ്, യാ റസൂലല്ലാഹ് ഇന്ന ഉമ്മി തൂഫിയത് വന ഗായിബുൻ അൻഹാ, എന്റെ ഉമ്മ അവര് മരണപ്പെട്ടിട്ടുണ്ട്. ആ മരിക്കുന്ന സമയത്ത് അദ്ദേഹം സ്ഥലത്തുണ്ടായിരുന്നില്ല. എന്നിട്ട് അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വന്നുകൊണ്ട് പറയാണ്, എന്റെ ഉമ്മക്ക് വേണ്ടിയിട്ട് ഞാൻ എന്തെങ്കിലും ദാനധർമ്മം ചെയ്യട്ടെ. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലെ, മിഹ്റാഫ് തോട്ടം അത് ഞാൻ ഇസ്ലാമിന് വേണ്ടി
സദക്ക ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹം സദക്ക ചെയ്യാണ്. മാതാവിന് വേണ്ടിയിട്ട് ദാനധർമ്മം ചെയ്യുന്ന മഹാനായ ബനു സഈദ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ സഹോദരനായ സഅദ് ബിൻ ഉബാദ റളിയല്ലാഹു തആല അൻഹു ആണ് ഈ നന്മ ചെയ്തത്. അദ്ദേഹത്തിന്റെ മാതാവിന് വേണ്ടിയിട്ട് സദക്ക ചെയ്യുകയാണ്. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വന്നുകൊണ്ട് ഒരാൾ പറയാണ്, അല്ലാഹുവിന്റെ റസൂലേ, എന്റെ മാതാവ് പെട്ടെന്ന് മരിച്ചുപോയി. അവർക്ക് രോഗം വന്നപ്പോൾ ഇന്നി ഉമ്മി ഉഖ്തിലത് നഫ്സുഹാ, അവർ മരണപ്പെട്ടിട്ടുണ്ട്. വഅളുന്നുഹാ ലൗ തകല്ലമത് സദഖത്ത്, അവര് എന്റെ അരികിൽ ഉണ്ടായിരുന്നുവെങ്കിൽ അവര് സംസാരിക്കുകയാണെങ്കിൽ അവർക്ക് വേണ്ടി ഞാൻ ദാനധർമ്മം നിർവഹിക്കും, അവർക്ക് വേണ്ടി ദാനധർമ്മം നിർവഹിക്കാൻ ഞാൻ സന്നദ്ധനാണെന്ന് പറയുകയും അവർക്കത് നിർവഹിച്ചാൽ വല്ല കൂലി കിട്ടുമോ ഞാൻ അവർക്ക് വേണ്ടി ചെയ്താലെന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഹൽ ലഹാ അജ്റുൻ ഇൻ തസദ്ദഖത് അൻഹാ, അവർക്ക് വേണ്ടി ദാനധർമ്മം ചെയ്താൽ അവർക്ക് പ്രതിഫലമായി കിട്ടുമോ ചോദിക്കുമ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, നഅം, നീ നൽകിക്കോ, നിനക്കതിനുള്ള പ്രതിഫലം കിട്ടും എന്ന് അവിടുന്ന് നിർദ്ദേശിക്കുകയാണ്. ഇതുപോലെ ഒരുപാട് സ്വഹാബിവര്യന്മാർ അവരുടെ ഉമ്മമാരുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉമ്മമാര് പല വസീയത്തുകൾ പറഞ്ഞിട്ടുണ്ട്. ആ വസീയത്തുകൾ അവരുടെ മരണശേഷം പൂർത്തീകരിക്കാൻ ദാനധർമ്മങ്ങൾ നിർവഹിക്കട്ടെ എന്ന് പറഞ്ഞ് നിരവധി സ്വഹാബിവര്യന്മാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ ഓരോരുത്തരും അവരുടെ ഉപ്പയും ഉമ്മയും